ദേശീയപാത 66 നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ ആകാശപാത നിർമ്മിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകി. കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad, also at Kannur, Irati and Pattambi. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നിലവിൽ നടന്നുവരുന്ന മണ്ണ് തിട്ടപ്പെടുത്തിയുള്ള നിർമ്മാണ രീതി ഒഴിവാക്കി പകരം സമഗ്രമായ ആകാശപാത നിർമ്മിക്കണമെന്ന് കാണിച്ചാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സംസ്ഥാന സർക്കാരിലേക്ക് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചത്. ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണിത്. പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവർക്കാണ് വിശദമായ ശുപാർശകൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. നിലവിലെ രൂപരേഖ പ്രകാരം മാർക്കറ്റ് ജംഗ്ഷനിൽ വൻതോതിൽ മണ്ണ് നിറച്ച് തിട്ടപ്പെടുത്തിയുള്ള നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ നീലേശ്വരം ടൗൺ മൺപതിലുകളാൽ രണ്ടായി വിഭജിക്കപ്പെടുകയും ഗുരുതരമായ ഗതാഗതക്കുരുക്കിനും നഗരത്തിന്റെ സ്വാഭാവിക വികസനത്തിനും തിരിച്ചടിയാവുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിനെതിരെ പ്രദേശത്ത് ശക്തമായ ജനകീയ പ്രതിഷേധങ്ങളും സമരങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ മുതൽ കോട്ടപ്പുറം റോഡ് വരെ നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്ന മണ്ണ് നിറച്ച നിർമ്മാണം പൂർണ്ണമായും ഒഴിവാക്കി തൂണുകളിൽ അധിഷ്ഠിതമായ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശം നൽകണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. നിലവിലുള്ള സർവീസ് റോഡുകളുടെ സ്ഥലപരിമിതി കാരണം വാഹനങ്ങൾ തിരിയുന്നതിനും ഗതാഗത നിയന്ത്രണത്തിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഫ്ലൈ ഓവർ നിർമ്മാണം നടപ്പിലാക്കുകയാണെങ്കിൽ സർവീസ് റോഡുകൾക്ക് കൂടുതൽ വീതി ലഭ്യമാവുകയും പാലത്തിന് താഴെയുള്ള വിശാലമായ സ്ഥലം നഗരത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ വാഹന പാർക്കിങ്ങിനായി ഉപയോഗിക്കാനാകുകയും ചെയ്യുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോട്ടപ്പുറം തൈക്കുടപ്പുറം റോഡിലേക്കുള്ള പ്രവേശനം സുരക്ഷിതമായി നിലനിർത്താനും പ്രദേശത്തെ ടൂറിസം മത്സ്യബന്ധന മേഖലകൾ നേരിടുന്ന തിരിച്ചടി ഒഴിവാക്കാനും ഈ മാതൃക സഹായകരമാകുമെന്നും ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തി. അതേസമയം നീലേശ്വരം പുഴയ്ക്ക് കുറുകെ 1958 നിർമ്മിച്ച നിലവിലെ ദേശീയപാതാ പാലം അപകടാവസ്ഥയിലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിലെ പദ്ധതി പ്രകാരം പഴയ പാലം നിലനിർത്തി പുതിയ 3 വരി പാലം മാത്രം നിർമ്മിച്ചാലും ആകെ 5 വരി ഗതാഗതം മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇത് ഭാവിയിൽ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുമെന്നതിനാൽ പഴയ പാലം പൊളിച്ചു നീക്കി അതിന്റെ സ്ഥാനത്ത് പുതിയ 3 വരി പാലം കൂടി നിർമ്മിച്ച് ആകെ 6 വരി ഗതാഗത സൗകര്യം ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഭൂമിശാസ്ത്രപരവും പരിസ്ഥിതി സംബന്ധവുമായ ശാസ്ത്രീയ പഠനം നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന കാലവർഷം മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്നതിനായി സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.